ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഹൈപ്പിൽ നിൽക്കുന്ന കോഴിക്കോട് ബീച്ച് സൈഡിലായിട്ടുള്ള അറേബ്യൻ സീ എന്ന് പറയുന്ന എക്സ്പോ ആണ്. ഇവർ അവകാശപ്പെടുന്നത് ഇതിൽ പലതരം റോബോട്ടിക് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പലതരം റോബോട്ടിക് സംവിധാനങ്ങളുടെയും പിന്നെ ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഒരു തരം ആനോക്കോണ്ടകൾ, വലിയ വലിയ മീനുകൾ, ഇതെല്ലാം ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അത്രയും ഒരു ഹൈപ്പിനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഉള്ളതുപോലെ പറയണമല്ലോ. എന്നാലും കാണാത്ത കുറേ സംവിധാനങ്ങൾ, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻസും, ഡ്രോയിങ് വരയ്ക്കുന്നതും, നമ്മൾ റബ്ബർ വെച്ചിട്ട് മായ്ക്കുന്ന പോലത്തത്, പിന്നെ ചെടികൾക്ക് ഈ മരുന്നടിക്കുന്ന, പിന്നെ നമ്മൾ കുഴൽ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻ്റ് AI അതെല്ലാം ഉണ്ട്. അങ്ങനെ അത്ര വളരെ കുറച്ച് മാത്രമാണ് AI എക്സ്പോ ഉള്ളതും. പിന്നെ ഈ സീയിലുള്ള പലതരം മീനുകളുടെ അതും അത്ര വലിയ മീനുകളൊന്നുമില്ല, എന്നാലും അതിൻ്റെയൊക്കെ എക്സ്പോ ഉള്ളത്. പിന്നെ ഈ ആഫ്രിക്കൻ അനക്കോണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവിധാനവും ഇതിലില്ല. അതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആരും പോകരുത്. ഞാൻ എന്തായാലും എൻ്റെ ചാനലിലൂടെ ഒരുപാടൊന്നും ആൾക്കാരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് തള്ളിമറിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തോട്ടോടു കൂടിയാണ് ഞാൻ എന്ത് വീഡിയോയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇതിൽ വലിയ അനക്കോണ്ടയും കാര്യങ്ങളൊന്നുമില്ല. ഒരൊറ്റ ഒന്നോ രണ്ടോ പാമ്പുകൾ മാത്രമാണ് കണ്ടത്. അതും വളരെ ചെറിയ പാമ്പുകൾ, വലിയ സെറ്റപ്പൊന്നുമില്ല. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് എക്സ്പോ. ബാക്കിയെല്ലാം ബിസിനസ് പരമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ബെഡ്, സോഫ, കട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ബിസിനസ്സുകളാണ് നടക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിലും ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ സാധാ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ബജീസ്, കോളിഫ്ലവർ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ മാത്രം ഒക്കെ ഉള്ളൂ. ഈവൻ നല്ല ഡ്രിങ്ക്സ് പോലും ഇല്ല അവിടെ. ആകെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത് കരിമ്പിൻ ജ്യൂസാണ്. അത് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ അവർ അടിച്ചുണ്ടാക്കി തരുന്നത്. അവർ അടിച്ചു വെച്ചതിന് എടുത്ത് തരികയാണ്. അതിൽ 3/4 ഭാഗവും ലെമണാണ് ചേർക്കുന്നത്, കുറച്ച് മാത്രമാണ് പേരിന് കരിമ്പിൻ ജ്യൂസ് ചേർക്കുന്നത്. പിന്നെ കോഫിയാണ് കിട്ടുന്നത് അവിടെ ഉള്ളത് ഒന്ന്. പിന്നെ കോഫിയാണെന്നുണ്ടെങ്കിലും ഒരേ പാത്രത്തിൽ തന്നെ വീണ്ടും തിളപ്പിച്ച് ചണ്ടി, അതിൻ്റെ ടേസ്റ്റ് പോലും അറിയില്ല. ചായയാണോ കോഫിയാണോ എന്നറിയില്ല, അതുപോലത്തെ കോഫിയാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അവിടെ പറയാനുള്ളത് സോഡയാണ് ഒരു ഡ്രിങ്ക് ആയിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊന്നും അവിടെ ഇല്ല. എന്നാൽ അതിലും വെറൈറ്റി ആയിട്ട് ബീച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കടകളിൽ ഇതിലും വില കുറഞ്ഞിട്ട് കിട്ടും. എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പിന്നൊരു കാര്യം, നടന്ന് വലയുമ്പോൾ അത്രയും നടന്ന് വലയുമ്പോൾ നമുക്കൊരു സ്ഥലത്തുനിന്ന് പോലും ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അതുകൊണ്ട് വെള്ളം കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം. 1-2 കോൺ ഐസ്ക്രീമിൻ്റെ സ്റ്റാളുകളുണ്ട്. അതേപോലെ കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു തോന്നി. അതിൻ്റെ അവസാനം നടന്ന് ഏറ്റവും അവസാനമാണ് ഒരു ഫുഡ് കോർട്ടുള്ളത്. അവിടെ പോയി നോക്കിയപ്പോൾ ആകെ വെള്ളം കിട്ടുന്നത് ഈ കരിമ്പിൻ ജ്യൂസും പിന്നെ വേറെ സോഡയാണുള്ളത്, അല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ ഓർഗനൈസ് ചെയ്തവരാരാണെന്ന് അറിയില്ല. അതും അത്രയും പൊരി വെയിലത്ത്, കടും ചൂട് വേനലിൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു ഓർഗനൈസേഷൻ, ഒരു എക്സ്പോ. ഐ നെവർ എക്സ്പെക്റ്റഡ്. എനിവേസ് കുറച്ച് നല്ല കാഴ്ചകളുണ്ടെന്ന് മാത്രം, അല്ലാതെ കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിൽ ഞാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന
പോർഷൻസ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസിൻ്റെയോ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയോ ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും കാണുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് തന്നെ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഒന്നൊരു പ്രത്യേകത തോന്നിയില്ല, സ്പെഷ്യാലിറ്റി. മാത്രമല്ല ഫുഡ് കോർട്ടാണെങ്കിലും ഞാനൊന്നും കവർ ചെയ്തിട്ടില്ല. അവിടെയും കവർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ട് please stay tuned for more genuine contents. Thank you all. Love you all. Bye.